നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൽ ഇറാന് പകരം ഇറ്റലിയെ കളിപ്പിക്കണം ആവശ്യമുന്നയിച്ചിരിക്കുന്നത് ട്രംപിൻ്റെ എൻവോയ് ആയിട്ടുള്ള പൗലോ സാംബോലിയാണ്. ഈ വാർത്ത പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ജിയാനി ഇൻഫാന്റിനോയോട് ഇത് ആവശ്യപ്പെട്ട് കഴിഞ്ഞു എന്നാണിപ്പോൾ പൗലോ സാംബോലി അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇറ്റലി വേൾഡ് കപ്പിന് യോഗ്യത നേടാതെ പുറത്തായ ടീമാണ്. ഇറാനെ ഒഴിവാക്കി ഇറ്റലിയെ കളിപ്പിക്കണം എന്നാണ് ട്രംപിൻ്റെ എൻവോയ്, ട്രംപിൻ്റെ ദൂതൻ്റെ ആവശ്യം. ഇതിപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മറ്റ് പ്രമുഖ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ വാർത്തയാണ് നമ്മൾ ഇതിനാധാരമായിട്ട് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ ഇയാൾ, അതായത് ട്രംപിൻ്റെ എൻവോയ് ആയിട്ടുള്ള പൗലോ സാംബോലി പറഞ്ഞ വാക്കുകൾ നോക്കണം. അയാൾ പറയുന്നത്, I confirm I have suggested to Trump and Infantino that Italy replace Iran at the World Cup. ഇറാന് പകരം ഇറ്റലി വേൾഡ് കപ്പ് കളിക്കട്ടെ എന്ന് ഞാൻ ട്രംപിനോടും അതുപോലെ ജിയാനി ഇൻഫാന്റിനോയോടും, അതായത് ഫിഫയുടെ പ്രസിഡൻറ്റിനോടും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഇറ്റാലിയൻ നേറ്റീവാണ്. തീർച്ചയായിട്ടും അതൊരു സ്വപ്നമായിരിക്കും, ഒരു സ്വപ്ന സമാനമായിരിക്കും അസൂറീസ് US ഹോസ്റ്റ് ചെയ്യുന്ന ടൂർണമെൻറ്റിൽ കളിക്കുക എന്നുള്ളത്. 4 ടൈറ്റിൽസ്, വേൾഡ് ടൈറ്റിൽസ് ഓൾറെഡി ഉള്ള ടീമാണല്ലോ ഇറ്റലി. സോ തീർച്ചയായിട്ടും അത് മതി വേൾഡ് കപ്പിന് അവരെ ഇൻക്ലൂഡ് ചെയ്യാൻ, അവരുടെ ഇൻക്ലൂഷനെ ജസ്റ്റിഫൈ ചെയ്യാൻ ഈ 4 ടൈറ്റിൽസ് തന്നെ ധാരാളമാണ് എന്നാണ് ഇപ്പോൾ US പ്രസിഡൻറ്റിൻ്റെ എൻവോയി പറയുന്നത്. നമുക്കറിയാം, തുടർച്ചയായി 3ാമത്തെ വേൾഡ് കപ്പാണ് ഇറ്റലി മിസ് ചെയ്യാൻ പോകുന്നത്. ക്വാളിഫയിങ് റൗണ്ടിൽ പരാജയപ്പെട്ട് പുറത്തായ ടീമാണ്. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ബോസ്നിയ ആൻഡ് ഹെർസാഗോവിനയോട് പരാജയപ്പെട്ട് പുറത്തായ ടീമാണ് ഇറ്റലി. ആ ഇറ്റലി എങ്ങനെയെങ്കിലും തിരികെ കയറ്റാനുള്ള ശ്രമമാണിപ്പോൾ US പ്രസിഡൻറ്റിൻ്റെ എൻവോയ് തന്നെ നടത്തുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇത് വെറുതെ അങ്ങ് പറയുകയല്ല. അയാൾ US പ്രസിഡൻറ്റിനോടും ഇൻഫാന്റിനോയോടും ഫിഫ പ്രസിഡൻറ്റിനോടും ഇത് താൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇയാൾ ആരാണ് എന്നുള്ളതാണ്. സാംബോലി ഒരു ഇറ്റാലിയൻ അമേരിക്കൻ സോഷ്യലൈറ്റാണ്, ബിസിനസ്മാനാണ്, ഫോർമർ മോഡലിംഗ് ഏജൻ്റാണ്. ട്രംപിന് അദ്ദേഹത്തിൻ്റെ കറണ്ട് വൈഫായിട്ടുള്ള മെലാനിയ ട്രംപിന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സാംബോലിയാണ് എന്നാണ് അയാൾ പലപ്പോഴും ക്ലെയിം ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇയാൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവാണ് ഫോർ ഗ്ലോബൽ പാർട്ട്ണർഷിപ്സ്. അപ്പോൾ അങ്ങനെ ട്രംപിൻ്റെ എൻവോയികളിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഇത്തരം ഒരു ആവശ്യവുമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നതെന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്താവും ഫിഫ ഇതിൽ തീരുമാനമെടുക്കാൻ പോകുന്നതെന്നാണ് കണ്ടറിയേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിലെ സംശയം എന്താണെന്ന് വെച്ചാൽ, ഫിഫയാണോ അതല്ല വൈറ്റ് ഹൗസ് ആണോ വേൾഡ് കപ്പ് നടത്തുന്നത് എന്നുള്ളതാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.